എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ എന്താണ് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സും എന്താണ് റെഗുലർ മ്യൂച്വൽ ഫണ്ട്സും നോക്കാം. ഒരു AMC അഥവാ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ കയ്യിൽ നിന്നും നമ്മൾ നേരിട്ടാണ് മ്യൂച്വൽ ഫണ്ട് സ്കീം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നു. ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ വഴിയാണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് സ്കീം നമ്മൾ മേടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ റെഗുലർ മ്യൂച്വൽ ഫണ്ട്സ് എന്നാണ് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സാമാന്യ ധാരണയും മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയും പേഴ്സണൽ ഫിനാൻസിനെ പറ്റിയും കൂടുതൽ പഠിക്കാൻ സമയവും താല്പര്യവുമുള്ളവർക്ക് ഡയറക്റ്റ് പ്ലാൻസ് തന്നെയാണ് അഭികാമ്യം. കാരണം ഇത് അവർ തന്നെയാണ് കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടത്. മറിച്ച് റെഗുലർ ഫണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ റിസർച്ചുകളും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറോ ചെയ്യുന്നതായിരിക്കും. ഡയറക്റ്റ് ഫണ്ട്സ് ആയാലും റെഗുലർ ഫണ്ട്സ് ആയാലും എത്രയും പെട്ടെന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക.